കോടതി അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ച വിധിയിലേക്ക് എത്തിയെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും 302-ന് ഒരു ലൈഫും ഒപ്പം ഓരോ ലക്ഷം രൂപ, രണ്ട് പ്രതികൾക്കും ഓരോ ലക്ഷം രൂപയും 304-Bയും 304 ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും 344-ന് 2 വർഷവും 5000 രൂപ ഫൈനുമാണ് ഇപ്പോൾ കോടതി നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇപ്പം വന്നിട്ടുള്ളത്. കോടതി അംഗീകരിച്ചിട്ടുണ്ട്. കോടതി അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ്, കാരണം ഇത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രീസിഡൻ്റ് ഇല്ലാത്ത കേസാണ്. പ്രീസിഡൻ്റ് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ളൊരു കേസിനില്ല. പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുക എന്നുള്ളൊരു പ്രീസിഡൻ്റ് നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം പുതിയ അനുഭവങ്ങൾ തന്നൊരു കേസാണ്. കോടതി പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദഗതികൾ കൃത്യമായി അംഗീകരിച്ചു. കാരണം 304-Bയും 302-വും ഫൈൻഡ് ചെയ്യുന്നതോടുകൂടി കോടതി പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ അംഗീകരിച്ചു. തീർച്ചയായിട്ടും വേണം. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. അത് കുത്തിക്കൊല്ലുകയായാലും ചിലപ്പോൾ മറ്റു തരത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായാലും പലതരത്തിലുണ്ട്. പക്ഷേ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഒരു നേരത്തെ നമുക്കറിയാം, നമുക്ക് വഴിയിൽ പോകുമ്പോൾ ചില മൃഗങ്ങൾക്ക് പോലും നമ്മൾ അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ അതിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന മനുഷ്യരാണ്. ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യജീവൻ, അതും 2 കുഞ്ഞുങ്ങളുടെ അമ്മ, അതിനും അപ്പുറം ആ 2 കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് താലോലിക്കുവാനുള്ള അവസരം പോലും കൊടുക്കാത്ത തരത്തിലായിരുന്നു ഈ പ്രതികൾ അവരോട് പെരുമാറിയിരുന്നുള്ള ഒരു വസ്തുത. ഇതെല്ലാം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് കോടതി അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വിധി വന്നത്. ഇന്നിപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ തന്നെ ആരോഗ്യസ്ഥിതി പരിഗണിക്കുമെന്നൊക്കെ ആ സ്ത്രീ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും കോടതി പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ഈ പ്രീ സെൻറ്റൻസ് ഹിയറിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കോടതിയോട് അപേക്ഷിച്ചൊരു കാര്യമുണ്ട്. ഇതേപോലെ തന്നെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കോടതിയോട് 2ാം പ്രതി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപേക്ഷിച്ചപ്പം ഇതുപോലെ ഒരു അപേക്ഷ ആവശ്യമായിരുന്ന സന്ദർഭം തുഷാര എന്ന് പറഞ്ഞ 28 വയസ്സുള്ള കുട്ടിക്കുണ്ടായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടവരാണ് ഈ അപേക്ഷയുമായി ഇപ്പോൾ കോടതിയുടെ മുമ്പാക്കുന്നത്. അപ്പോൾ അവർക്കൊരു ലീനിയൻസി ഈ അവസരത്തിൽ ആവശ്യമില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും ഓരോ ലക്ഷം രൂപയാണ്. ഓരോരുത്തരും ഓരോ ലക്ഷം രൂപ. രാവിലെ കോടതി ചോദിച്ചപ്പോൾ അത് അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് അതുകൊണ്ട് എൻ്റെ ശിക്ഷയിൽ ഇളവ് തരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് 1ാം പ്രതി പറഞ്ഞത്. അമ്മ പറഞ്ഞത് എനിക്ക് സുഖമില്ലാത്ത ആളാണ്, എനിക്ക് മകൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് അമ്മയും പറഞ്ഞത്. എൻ്റെ അറിവിൽ അത് അപൂർവമാണ്. ഇതുവരെ ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു കേസ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഓം പ്രകാശിൻ്റെ കേസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഭാര്യ മരിച്ചിട്ടില്ല, ഭാര്യ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചു. 307 മാത്രമാണ് അന്ന് വേണ്ടത്. അത് ട്രയൽ കോടതി അത് ശിക്ഷിക്കുകയും ഹൈക്കോടതി കൺഫേം ചെയ്യുകയും ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിൽ അത് വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ട്രയൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. അത് ഈ കേസിൽ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുകയല്ല, കൊലപ്പെടുത്തി എക്സിക്യൂഷൻ അവർ സക്സീഡ് ചെയ്തു. അവർ വിജയിച്ചു കഴിഞ്ഞല്ലോ. അതാണല്ലോ എക്സിക്യൂഷനിൽ അവർ വിജയിക്കുമ്പോഴാണ് നിയമത്തിൻ്റെ അവസാനത്തെ 4th ലിംബ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ, എക്സിക്യൂഷനൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ നിയമത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും 21 കിലോ. 2ാമത്തെ പ്രസവം 2017 ജൂൺ മാസം 7-ാം തീയതിയാണ് 2ാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നത്. ആ സമയത്ത് തുഷാരയുടെ ഭാരം എന്ന് പറയുന്നത് 48 കിലോയാണ്. 1.5 വർഷ ശേഷം മരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഭാരമെന്ന് പറയുന്നത് 21 കിലോയും 158 സെൻറ്റിമീറ്റർ ഉയരവുമാണ്. അത് മാത്രവുമല്ല, ആ കുട്ടിയുടെ സ്റ്റൊമക്കിൽ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് പോലും ഉണ്ടായില്ല. ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ അല്പം പോലും അംശങ്ങളുണ്ടായിരുന്നില്ല. യൂറിനറി ബ്ലാഡർ എംറ്റി ആയിരുന്നു. അതെല്ലാം തന്നെ ഡോക്ടർ വത്സല പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുകയുണ്ടായി. അത് ശാസ്ത്രീയമായിട്ട്. അതിനോടൊപ്പം അന്ന് ഇൻക്വസ്റ്റ് നടത്തിയ കൊട്ടാരക്കര തഹസീൽദാർ അദ്ദേഹം ഈ തുഷാരയുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി കോടതി മുമ്പാകെ ഇൻക്വസ്റ്റ് പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ അതും
ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെയും മൊഴികൾ കൊറോബറേറ്റ് ചെയ്യുന്നതായിരുന്നു. തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാതെ പോകാൻ കഴിയാത്ത തരത്തിലായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് പ്രോസിക്യൂഷന് അഭിമാനകരമായ നിമിഷമായിട്ട് കാണും. 2 പെൺകുട്ടികളാണ്, അവരുടെ സംരക്ഷണത്തിൻ്റെ കാര്യം കോടതി എന്തെങ്കിലും? ഇല്ല, കോടതി ഇപ്പോൾ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊരു വിഷയങ്ങളും ആ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു, അത് കോടതി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അതിനെന്താണെന്ന് വെച്ചാൽ വേണ്ടുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്യും. അമ്മയെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത്. അതിനകത്ത് രണ്ടാം സാക്ഷിയായ ഒരു ലിൻസി ഉണ്ട്. ലിൻസി പറയുന്നുണ്ട്, ഒരു ദിവസം തുഷാരയെ അടിക്കുന്നത് കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നുണ്ട്. സാക്ഷി വഴി പറയുന്നു. ടീച്ചറാണോ? ആര്? അല്ലല്ല, രണ്ടാം സാക്ഷി. അത് ടീച്ചർ വേറെയാണ്. ടീച്ചറിൻ്റെ അടുത്ത് ഈ പറയപ്പെട്ട അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഗീതയാണെന്നാണ് ടീച്ചറിനോട് പറയുന്നത്. ടീച്ചർ 7ാം സാക്ഷിയാണ്. മിനി വർഗീസ് എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ടീച്ചർ 7ാം സാക്ഷി. ടീച്ചറിൻ്റെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ അമ്മയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ ഗീത എന്നാണ്. അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, തുഷാര മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പത്രവാർത്തകളിലൂടെയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് തുഷാര എന്നാണെന്നറിയുന്നത്.